നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സെൻറ്റൻസസ് എങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഒരു 25 സെൻറ്റൻസസ് ആണ് നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 25 സെൻറ്റൻസസ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ കേൾക്കുക. നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലപോലെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കുക. നിങ്ങൾ എഴുതിയെടുത്താൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എഴുതിയെടുക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമൻറ്റിൽ ചോദിക്കുക. അങ്ങനെ നമുക്ക് ഈ 25 സെൻറ്റൻസസും പഠിച്ചെടുക്കണം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള, ദിവസവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്ന സെൻറ്റൻസസ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നിനക്ക് എന്താണ് വേണ്ടത്? ബേസിക് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടത്? ഇത് നമ്മൾ എങ്ങനെ ചോദിക്കുക? എന്താണ് വേണ്ടത്? സോ ഇവിടെ എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് വേണ്ടത്? എന്ത് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് എന്ന വാക്കാണ് യൂസ് ചെയ്യുക. വാട്ട്. ഓക്കെ, എന്ത് സാധനം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ആണ് യൂസ് ചെയ്യുക. സോ വാട്ട്. ഇനി എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? ഇപ്പോൾ വാണ്ട് എന്ന വാക്കിൻ്റെ പ്രസക്തി എന്താ ഇവിടെ? വാണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് വേണം എന്നുള്ളതിന് പകരം യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. സോ എന്താണ് വേണ്ടതെന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഡു യു വാണ്ട്. ഇനി ഇവിടെ എഴുതി കാണിക്കും സെൻറ്റൻസ്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയാ. വാട്ട് ഡു യു വാണ്ട്. നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്. പ്രൊനൗൺസിയേഷനും ശ്രദ്ധിക്കുക. വാണ്ട് എന്ന് നമ്മൾ പറയില്ല, വാണ്ട്. ഓക്കെ, സോ വാട്ട് ഡു യു വാണ്ട്. നിനക്ക് എന്താണ് വേണ്ടത്? ഓക്കെ അല്ലേ? ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്ക് നിന്റെ സഹായം വേണം. സിമ്പിൾ സെൻറ്റൻസ് അല്ലേ? എനിക്ക് നിന്റെ സഹായം വേണം. ഇനി നമ്മൾ എങ്ങനെ പറയും? എന്നുള്ളതിന് ഐ. എനിക്ക് വേണം എന്നെങ്ങനെ പറയാം? ഞാൻ നേരത്തെ പറഞ്ഞു, വേണം എന്നുള്ളതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ വാണ്ട് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് വേണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയാം? ഐ വാണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് സഹായം വേണം എന്ന് എങ്ങനെ പറയും? എനിക്ക് നിന്റെ സഹായം വേണം എന്ന് എങ്ങനെ പറയും? ഐ വാണ്ട് നിന്റെ സഹായം, യോർ ഹെൽപ്പ്. നിന്റെ സഹായം, യോർ ഹെൽപ്പ്. സോ ഐ വാണ്ട് യോർ ഹെൽപ്പ്. അപ്പം എനിക്ക് നിന്റെ സഹായം വേണം. ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഐ വാണ്ട് യോർ ഹെൽപ്പ്. എനിക്ക് നിന്റെ സഹായം വേണം. ഐ വാണ്ട് യോർ ഹെൽപ്പ്. ഇനി ഐ വാണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഐ വാണ്ട് യൂസ് ചെയ്ത് പറയാം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം കുറച്ച് വെള്ളം വേണമെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഐ വാണ്ട് സം വാട്ടർ. കുറച്ച് വെള്ളം, ഐ വാണ്ട് സം വാട്ടർ. എനിക്ക് പേന വേണം എന്ന് എങ്ങനെ പറയാം? എനിക്ക് ഐ വാണ്ട് എ പെൻ. കണ്ടോ? ഐ വാണ്ട് എ പെൻ. സമയം വേണം എന്ന് എങ്ങനെ പറയും? ഐ വാണ്ട് ടൈം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഐ വാണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഐ വാണ്ട് എന്താണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, അത് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സെൻറ്റൻസസ് ഉണ്ടാക്കാം. ഇനി നീ എന്നെ സഹായിക്കുമോ? ഇതെങ്ങനെ ചോദിക്കും? നീ എന്നെ സഹായിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കുമോ? ഇതെങ്ങനെ നമ്മൾ ചോദിക്കുക? നീ എന്നെ സഹായിക്കുമോ, നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുമോ, ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് ക്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, ക്യാൻ യു ഹെൽപ്പ്. സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പ്. ക്യാൻ യു ഹെൽപ്പ് മീ. എന്നെ സഹായിക്കുമോ? ക്യാൻ യു ഹെൽപ്പ് മീ. ഓക്കെ, അല്ലെങ്കിൽ കുഡ് യു ഹെൽപ്പ് മീ. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ക്യാൻ യു ഹെൽപ്പ് മീ, കുഡ് യു ഹെൽപ്പ് മീ. ഇപ്പം ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ക്യാൻ യു എന്ന് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം എന്നുള്ളത് ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കണം, നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ക്യാൻ യു, വരിക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? കം എന്ന് പറയാം അല്ലേ? സോ ക്യാൻ യു കം വിത്ത് മീ. എൻ്റെ കൂടെ വരുമോ? ക്യാൻ യു കം വിത്ത് മീ. ഇനി എനിക്ക് ഒരു പേന തരുമോ എന്ന് എനിക്ക് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കുക? ക്യാൻ യു, തരുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? ഗിവ് എന്നാ പറയാം അല്ലേ? സോ ക്യാൻ യു ഗിവ് മീ എ പെൻ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യു യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുമോ എന്നുള്ളത് ചോദിക്കാവുന്നതാണ്. അപ്പം എന്നെ സഹായിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കുക? ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാൻ യു ഹെൽപ്പ് മീ. ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ പറയണം. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആയിരിക്കും. ഞാൻ ഈ 2 തവണ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ വെറുതെ കണ്ടു പോയിട്ടോ എഴുതിയാലും യൂസ്ഫുൾ ആയിരിക്കും.
അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസും കൂടി ചെയ്താൽ നല്ല പോലെ നിങ്ങൾക്ക് അത് ബെനഫിഷ്യൽ ആയിരിക്കും, അല്ലാതെ വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ്, ഉറപ്പായിട്ടും ഞാൻ നിന്നെ സഹായിക്കും. ഉറപ്പായിട്ടും ഞാൻ നിന്നെ സഹായിക്കും. ഈ ഉറപ്പായിട്ടും എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് വാക്കാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒന്നെങ്കിൽ ഷുവർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് യൂസ് ചെയ്യാം. എനിക്ക് ഓഫ് കോഴ്സ് കുറച്ചുകൂടി ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നു. ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും, ഓഫ് കോഴ്സ്. ഓക്കെ, ഓഫ് കോഴ്സ്. ഉറപ്പായിട്ടും എന്ത് സംഭവിക്കുന്ന പറയുന്നത്? ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ ചെയ്യും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഐ വിൽ, ഞാനൊരു കാര്യം ചെയ്യുമെന്ന് പറയാനായിട്ട് ഐ വിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക. എന്താ നമ്മൾ യൂസ് ചെയ്യുക? ഐ വിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സഹായിക്കും എന്നായതുകൊണ്ട് ഐ വിൽ ഹെൽപ്പ്. സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പ് അല്ലേ പറയുന്നത്? സോ ഐ വിൽ ഹെൽപ്പ്. ഞാൻ തരും എന്നാണെങ്കിലോ ഐ വിൽ, തരിക എന്നുള്ളതിന് എന്താ പറയുക? ഗിവ് എന്ന് പറയും. സോ ഐ വിൽ ഗിവ്. ഞാൻ പറയും എന്നാണെങ്കിലോ ഐ വിൽ, പറയുക എന്നുള്ളതിന് പകരം നമ്മൾ എന്താ പറയുക? ടെല്ല പറയാം. സോ ഐ വിൽ ടെൽ. സോ എന്ത് ചെയ്യും എന്നുള്ളതിന് ഐ വിൽ കഴിഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഉറപ്പായിട്ട് ഞാൻ നിന്നെ സഹായിക്കും എന്ന് എങ്ങനെ പറയും? ഓഫ് കോഴ്സ് ഐ വിൽ ഹെൽപ്പ് യു. ഓഫ് കോഴ്സ് ഐ വിൽ ഹെൽപ്പ് യു. ഇനി ഞാൻ പുറത്തു പോവുകയാണ്, ഇതെങ്ങനെ പറയും? ഞാൻ പുറത്തു പോവുകയാണ്. അപ്പം ഞാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് ഐ ആം ഗോയിങ് എന്നാണ് നമ്മൾ പറയാം. അപ്പം ഞാൻ പുറത്തു പോവുകയാണെന്ന് എങ്ങനെ പറയും? ഐ ആം ഗോയിങ് ഔട്ട്. ഐ ആം ഗോയിങ് ഔട്ട്. ഇവിടെ ഔട്ട് സൈഡ് ചേർക്കണ്ടേ ടീച്ചറേ എന്ന് പലർക്കും ഡൗട്ട് തോന്നും. പുറത്ത് എന്നുള്ളതിന് അകത്ത് എന്നുള്ളതിന് നമ്മൾ പണ്ട് തൊട്ടേ എന്താ പഠിച്ചിട്ടുള്ളത്? ഔട്ട് സൈഡ്, ഇൻസൈഡ് എന്നുള്ളതാണ്. പക്ഷെ അതൊരു ലൊക്കേഷൻ കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പൊതുവേ നമ്മളൊരു സ്പെസിഫിക് ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ എന്താ, ഐ ടുക്ക് ദ ബുക്ക് ഔട്ട് സൈഡ് ദ ഷെൽഫ്. അതായത് ഷെൽഫിൻ്റെ പുറത്തേക്ക് ഞാൻ എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ഔട്ട് സൈഡ് യൂസ് ചെയ്യുന്നത്. അല്ല, നമ്മൾ വെറുതെ ഔട്ട് സൈഡ് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഔട്ട് എന്ന് പറഞ്ഞാൽ മതി. സോ ഞാൻ പുറത്ത് പോവുകയാണെന്ന് എങ്ങനെ പറയും? ഐ ആം ഗോയിങ് ഔട്ട്. ഐ ആം എന്ന് നിങ്ങൾ പറയുന്നതിന് പകരം കുറച്ചൊന്ന് ഷോർട്ട് ആക്കിയിട്ട്, നേരത്തെ സെൻറ്റൻസിൽ ഞാൻ ഐ വിൽ എന്ന് പറഞ്ഞില്ലല്ലോ, ഐൽ എന്നല്ലേ പറഞ്ഞേ, അതേപോലെ കുറച്ചൊന്ന് ഷോർട്ട് ആക്കി സംസാരിക്കാനാണെങ്കിൽ കേൾക്കാൻ നല്ല രസം ഉണ്ടായിരിക്കും. സോ ഐ ആം ഗോയിങ് ഔട്ട്. ഓക്കെ, ഐ ആം ഗോയിങ് ഔട്ട്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഐ ആം ഗോയിങ് ഔട്ട്. ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ഔട്ട്. അടുത്ത സെൻറ്റൻസ്, നീ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരണോ എന്നാണ് ചോദിക്കുന്നത്. നീ വരുന്നുണ്ടോ, നിനക്ക് എൻ്റെ കൂടെ വരണോ. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കാൻ പറ്റും? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു വോണ്ട് ടു എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഡു യു വോണ്ട് ടു. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ വരണോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് ടു, ഡു യു വോണ്ട് ടു കം വിത്ത് മീ. എൻ്റെ കൂടെ വരണോ, ഡു യു വോണ്ട് ടു കം വിത്ത് മീ. അവിടെ എന്തുകൊണ്ടാണ് കം എന്നുള്ള വാക്ക് വന്നത്? വരണോ, വരിക എന്നുള്ളത് എന്താ ഇംഗ്ലീഷ്? കം ആണ് അല്ലേ? സോ അതുകൊണ്ടാണ് ഡു യു വോണ്ട് ടു കം വിത്ത് മീ എന്ന് ചോദിക്കുന്നത്. ഡു യു വോണ്ട് ടു കം വിത്ത് മീ. വിത്ത് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ. ഓക്കെ, ഇപ്പം അവൻ്റെ കൂടെ എന്നാണെങ്കിലോ വിത്ത് ഹിം എന്നായിപ്പോവും. ഓക്കെ, സോ നിനക്ക് എൻ്റെ കൂടെ വരണോ എന്നെങ്ങനെ ചോദിക്കുക? ഡു യു വോണ്ട് ടു കം വിത്ത് മീ. ഓക്കെ, ഡു യു വോണ്ട് ടു കം വിത്ത് മീ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഡു യു വോണ്ട് ടു കം വിത്ത് മീ. ഇനി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണോ ഒന്ന് വേറെ ആളോട് ചോദിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഡു യു വോണ്ട് ടു എന്ന് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ചായ കുടിക്കണോ, ഡു യു വോണ്ട് ടു. കുടിക്കുക എന്നുള്ളതിന് എന്താ പറയുക? ഡ്രിങ്ക് ആണ്. അപ്പോൾ ചായ കുടിക്കണോ എന്ന് ചോദിക്കുന്നത് ഡു യു വോണ്ട് ടു ഡ്രിങ്ക് ടീ. ഇനി എഴുതണോ, ഡു യു വോണ്ട് ടു. എഴുതുക എന്നുള്ളതിന് എന്താ പറയുക? റൈറ്റ്. സോ ഡു യു വോണ്ട് ടു റൈറ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കാനായിട്ട്, നിനക്ക് ചെയ്യണമെന്ന് ചോദിക്കാനായിട്ട് ഡു യു വോണ്ട് ടു എന്നുള്ള ഫ്രേസ് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നിനക്ക് എന്തെങ്കിലും വേണോ. തിരിച്ചു വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ, അതായത് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും വാങ്ങണോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ചോദിക്കും? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ. ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ തിരിച്ചു വരുമ്പോൾ, അതിന് പകരം നിങ്ങൾക്ക് വെൻ ഐ റിട്ടേൺ എന്നും പറയാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഗെറ്റ് ബാക്ക് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒന്ന് കൂടെ ഒന്ന് പറഞ്ഞേ, ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഡു യു വോണ്ട് സംതിങ് വെൻ ഐ ഗെറ്റ് ബാക്ക്. ഇനി അടുത്തത്, പോയിട്ട് വരുമ്പോൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വരുമോ. പോയിട്ട് വരുമ്പോൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ട് വരുമോ.
അതെങ്ങനെയാ പറയാ? വാങ്ങിച്ച് വരുമോ എന്നാണ് ചോദിക്കുന്നത്. വാങ്ങിയിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ, ഒരു കാര്യം ചെയ്ത് തരുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് റിക്വസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. നേരത്തെ നമ്മളൊരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് എങ്ങനെയാണ് ചോദിച്ചത്? എന്നെ ഒന്ന് സഹായിക്കുമോ, എനിക്കൊരു സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഏത് വാക്കാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് വാക്കായിരുന്നു? ക്യാൻ ആണ് യൂസ് ചെയ്തത് അല്ലേ? ക്യാൻ യു ഹെൽപ്പ് മീ അല്ലെങ്കിൽ കുഡ് യു ഹെൽപ്പ് മീ. അതേപോലെ പച്ചക്കറികൾ വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ക്യാൻ യു ബ്രിങ് ബാക്ക്. തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്നുള്ളതിന് ആഫ്റ്റർ കമ്മിങ് ബാക്ക് എന്നൊന്നും വേണ്ട. ക്യാൻ യു ബ്രിങ് ബാക്ക്. ബ്രിങ് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് ബ്രിങ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാൻ യു ബ്രിങ് ബാക്ക് സം വെജിറ്റബിൾസ്. ക്യാൻ യു ബ്രിങ് ബാക്ക് സം വെജിറ്റബിൾസ്. ഓക്കെ, ബ്രിങ് ബാക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ബ്രിങ് ബാക്ക്? നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം തിരിച്ച് കൊണ്ടുവരുന്നതിന്, അതായത് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ബ്രിങ് ബാക്ക് എന്ന് പറയുന്നത്. സോ ക്യാൻ യു ബ്രിങ് ബാക്ക് സം വെജിറ്റബിൾസ് ഫോർ മീ. ഇനി നിനക്കിവനെ പരിചയമുണ്ടോ? നിനക്കിവനെ പരിചയമുണ്ടോ നമ്മൾ എങ്ങനെയാണ് ചോദിക്കാം? നിനക്കിവനെ പരിചയമുണ്ടോ? അപ്പം നമുക്കിങ്ങനെ ചോദിക്കാം, ഡു യു നോ ഹിം. പരിചയമുണ്ടോ, അറിയുമോ എന്നെങ്ങനെ ചോദിക്കാം? ഡു യു നോ ഹിം. അറിയുമോ, നിനക്ക് അവനെ അറിയുമോ, നിനക്ക് അവനെ പരിചയമുണ്ടോ? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഡു യു നോ ഹിം. ഡു യു നോ ഹിം. ഇനി ഹിം എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ആരുടെ പേര് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡു യു നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് അറിയുമോ എന്ന് മാത്രമാണ്. നിനക്കിപ്പം അവനെ അറിയുമോ, അവളെ അറിയുമോ, അവരെ അറിയുമോ, എൻ്റെ അമ്മേനെ അറിയുമോ, അച്ഛനെ അറിയുമോ, അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിനക്ക് അറിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു യു നോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നിനക്ക് അവനെ അറിയുമോ, ഡു യു നോ ഹിം. അതിന് പകരം വേറെ ആരെ അറിയുമോ എന്ന് ചോദിക്കാനാണെങ്കിലും നമുക്ക് ആ വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡു യു നോ ഹർ, ഡു യു നോ ഹിസ് പാരൻസ്, ഡു യു നോ ഹർ സിസ്റ്റർ, അങ്ങനെ ആരെ വേണമെങ്കിലും. ഡു യു നോ മൈ ടീച്ചർ, ഡു യു നോ മൈ സ്കൂൾ, എനിക്ക് സ്കൂൾ ഏതാണെന്ന് അറിയുമോ എന്നുള്ള അർത്ഥത്തിൽ. സോ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റാം. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ സെൻറ്റൻസസും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് മാറ്റാം. ഇനി അതെ, ഞാൻ അവനെ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ഞാൻ അവനെ ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് പറയണം. എങ്ങനെയാണ് പറയാം ഞാനത്? അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാവ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഐ ഹാവ്. അപ്പം ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ മുന്നേ എപ്പോഴും ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് വർക്ക്ഡ് ഹിയർ എന്ന് വെച്ചാൽ എന്താ? ഐ ഹാവ് വർക്ക്ഡ് ഹിയർ എന്ന് വെച്ചാൽ ഞാനിവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പം ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാം? ഐ ഹാവ് റെഡ് ദിസ് ബുക്ക് എന്നാണ് പറയാം. റെഡ് ദിസ് ബുക്ക്. ഇനി ഞാൻ നോട്ട്സ് എഴുതിയിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? ഐ ഹാവ് റിട്ടൺ ദ നോട്ട്സ് എന്നാണ് പറയാം. അപ്പോൾ ഹാവിൻ്റെ കൂടെ നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മളത് പറയാം? ഞാൻ അവനെ ഇതിന് മുൻപേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഹാവിൻ്റെ കൂടെ എപ്പോഴും V3 ഫോം ഓഫ് ദ വെർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഒത്തിരി ക്ലാസ്സുകളിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ, വീഡിയോസും ലൈവ് ക്ലാസ്സസും ഒക്കെ കാണുന്നവരാണെങ്കിൽ ഓൾറെഡി അറിയായിരിക്കും V3 ഫോം എന്താണെന്ന്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേയുള്ള ക്ലാസ്സസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി നോക്കുക, വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇതേപോലെ V1, V2, V3 ഒക്കെ പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. V3 എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദ വീഡിയോ. അടുത്തത്, പക്ഷേ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ നേരത്തെ തന്നെ കണ്ടിന്യൂഷനാണ്. ഞാൻ അവനെ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അവൻ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതെങ്ങനെ പറയും? പക്ഷെ ആരാണെന്ന് ഓർമ്മയില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ബട്ട്. പക്ഷേ എന്ന് പറയുമ്പം ബട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബട്ടൊക്കെ യൂസ് ചെയ്തത് മടുത്തെൻ്റെ ടീച്ചറേന്നാണെങ്കിൽ ഹൗഎവർ യൂസ് ചെയ്യാം. ഇറ്റ്സ് എ വെരി ഗുഡ് റീപ്ലേസ്മെൻറ്റ് ഫോർ ബട്ട്. നിങ്ങൾക്ക് ഹൗഎവർ യൂസ് ചെയ്യാം. ഹൗഎവർ ബട്ടിന് പകരം ഹൗഎവർ ഐ ഡോണ്ട് റിമെമ്പർ ഹിം. എനിക്ക് അവനെ ഓർമ്മയില്ല, അവൻ ആരാണെന്ന് ഓർമ്മയില്ല. ഐ ഡോണ്ട് റിമെമ്പർ ഹിം. എനിക്ക് അവന് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഐ ഡോണ്ട് റിമെമ്പർ ഹൂ ഹീ ഈസ്. ഹൂ ഹീ ഈസ് എന്ന് പറഞ്ഞാൽ അവൻ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഹൗഎവർ ഐ ഡോണ്ട്
റിമെമ്പർ ഹൂ ഹി ഈസ്. പക്ഷേ എനിക്ക് അവൻ ആരാണെന്ന് ഓർമ്മയില്ല. ഹവവർ ഐ ഡോണ്ട് റിമെമ്പർ ഹൂ ഹി ഈസ്. ഇവിടെ ഹവവറിന് പകരം ബട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നിനക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതെങ്ങനെ പറയും? നിനക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഒരാളോട് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് മനസ്സിലാകുക എന്നുള്ളതിന് അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് എന്നാണ് ചോദിക്കുക. എന്താ ചോദിക്കുക? ഡു യു അണ്ടർസ്റ്റാൻഡ്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ്. അപ്പം ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. ക്ലാസ് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, നിനക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. ഓക്കെ, ഇനി അതെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെങ്ങനെ പറയും? ഐ അണ്ടർസ്റ്റാൻഡ്. അത്രയേ ഉള്ളൂ. ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. ഇനി എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെങ്ങനെയാ പറയാ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെങ്ങനെ പറയും? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഐ അണ്ടർസ്റ്റാൻഡ്. ഇനി എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെങ്ങനെ പറയാ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്തത്, അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് നിനക്കറിയുമോ? അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് നിനക്കറിയുമോ? ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് നിനക്കറിയുമോ? സിമ്പിളാണ്. ഡു യു നോ. നിനക്കറിയുമോ എന്ന് എങ്ങനെ ചോദിക്കാം? ഡു യു നോ. നമ്മൾ നേരത്തെ ഒരു സെൻറ്റൻസിൽ പറഞ്ഞായിരുന്നു, നിനക്ക് അവനെ അറിയുമോ എന്നെങ്ങനെ ചോദിച്ചേ? ഡു യു നോ ഹിം. അതുപോലെ അവരെവിടെ, എത്ര വലിയ സെൻറ്റൻസ് ആണെങ്കിലും ഒരു കാര്യം അറിയുമോ എന്നൊരാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഡു യു നോ വച്ചത് തന്നെയാണ് തുടങ്ങുന്നത്. എനിക്കിപ്പം നിങ്ങളോടാണ്, നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാളോട് ഒരു കാര്യം അറിയുമോ എന്ന് ചോദിക്കാനാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഡു യു നോ എന്ന് പറഞ്ഞ് വേണം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഡു യു നോ എന്തറിയുമോ എന്നാണ് ചോദിക്കുന്നത്? അവരെവിടെയാണ് താമസിക്കുന്നതെന്ന്. സോ ഡു യു നോ വേർ ദേ ലിവ്. വേർ ദേ ലിവ്. എവിടെയാണ് താമസിക്കുന്നത് എന്നറിയുമോ? എവിടെ എന്ന് വന്നതുകൊണ്ടാണ് അവിടെ WHERE. കണ്ടോ, സ്പെല്ലിങ് ശ്രദ്ധിക്കണേ. 2 വേറുണ്ട് നമുക്ക്, 2 അല്ല 3 വേറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, സ്പെല്ലിങ് ശ്രദ്ധിക്കണം. എവിടെ എന്നുള്ളതിന് WHERE ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡു യു നോ വേർ ദേ ലിവ്. ഓക്കെ, അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്കറിയുമോ? ഡു യു നോ വേർ ദേ ലിവ്. ഇനി അടുത്ത സെൻറ്റൻസ്, നാളെ നമ്മൾ എവിടെ പോകും? നാളെ നമ്മൾ എവിടെ പോകും? ഇതെങ്ങനെ പറയും നമ്മൾ? നാളെ നമ്മൾ എവിടെ പോകും. ഈ സെൻറ്റൻസ് എങ്ങനെയാണ് പറയാ? സോ നാളെ നമ്മൾ എവിടെ പോകും, നാളത്തെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ എവിടെ പോകും എന്നുള്ളതാണ് ചോദ്യം. എവിടെ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എത്ര പേർക്ക് അത് കറക്റ്റായിട്ട് ഓർത്ത് പറയാൻ പറ്റുന്നു നമുക്ക് നോക്കാം. എവിടെ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? കറക്റ്റ്, നമ്മൾ വേർ എന്നാണ് പറയാം. വേർ, WHERE, വേർ. അപ്പോൾ എവിടെ പോകും എന്നുള്ളതിന് വേർ വിൽ, നമ്മൾ എവിടെ പോകും അല്ലേ? വേർ വിൽ വി ഗോ. നമ്മൾ എവിടെ പോകും? വേർ വിൽ വി ഗോ. നാളെ എവിടെ പോകുന്നു എടുത്ത് ചോദിക്കുന്നുണ്ട്, വേർ വിൽ വി ഗോ ടുമോറോ. ഓക്കെ, ഇനി ഇന്ന് വൈകുന്നേരത്തെ കാര്യമാണെങ്കിൽ വേർ വിൽ വി ഗോ ദിസ് ഈവനിങ്. സോ നമ്മൾ വിൽ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു കാര്യം ചോദിക്കാനും പറയാനും ഒക്കെയാണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം, അതായത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. ഭാവിയിലെ കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാളെ എവിടെ പോവുകയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് വില്ല് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ വില്ല് യൂസ് ചെയ്തിരിക്കുന്നത്. ഭാവിയിലെ കാര്യമല്ലേ. സോ വേർ വിൽ വി ഗോ ടുമോറോ. അപ്പം ഇവിടെ മലയാളത്തിൽ നാളെ നമ്മൾ എവിടെ പോകും എന്നാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, എന്താ? ടുമോറോ വേർ വിൽ വി ഗോ എന്ന് ചോദിക്കാനായിട്ട് അല്ലേ? ആ ടെൻഡൻസി എട്ടാറ്റ് മടക്കിയിട്ട് പോക്കറ്റിൽ വയ്ക്കുക. അങ്ങനെ ചോദിക്കരുത്. വേർ, ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വേർ വിൽ വി ഗോ ടുമോറോ, അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ ഈ സെൻറ്റൻസ്, ഇത് സെൻറ്റൻസ് അല്ല, ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സോ ഇവിടെ നമ്മൾ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ചാടിക്കയറിയൊന്നും സെൻറ്റൻസ് പറയാൻ പറ്റത്തില്ല. ആദ്യം എന്താ നമ്മൾ നോക്കേണ്ടത്? ചോദ്യം ചോദിക്കുന്ന വാക്ക് ഏതാണ്? നീ എന്തിനാണ് എന്നെ വിളിച്ചത്? ഇവിടെ എന്താ ചോദ്യം? എന്തിന്, കാരണമാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഒരു കാര്യത്തിൻ്റെ കാരണം ചോദിക്കുമ്പോൾ നമ്മൾ വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തന്നെ എന്ത് തുടങ്ങണം? സെൻറ്റൻസ് തുടങ്ങണം. സോ എന്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമാണ് ചോദിക്കുന്നതെങ്കിൽ വൈ. അപ്പോൾ വൈ, നീ എന്തിനാണ് എന്നെ വിളിച്ചതെന്നാണ് ചോദിക്കുന്നത്. വൈ ഡിഡ് യു കോൾ മീ? വൈ ഡിഡ് യു കോൾ മീ? നിങ്ങൾക്ക് ഒത്തിരി സംശയം ഉണ്ടെന്ന് എനിക്കറിയാം അവിടെ എന്തിനാണ് ഡിഡ് വന്നത് ആവശ്യമില്ലാതെ എന്നുള്ളത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നീ എന്തിനാ എന്നെ വിളിക്കുന്നതെന്നല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? നീ എന്തിനാ എന്നെ വിളിച്ചത്? നേരത്തെ കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പം നേരത്തെ കഴിഞ്ഞൊരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ നേരത്തെ കഴിഞ്ഞതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഡിഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈ ഡിഡ്, നീ എന്തിനാണ് ഒരു കാര്യം ചെയ്തത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വൈ ഡിഡ്, നീ വിളിച്ചത്. വൈ ഡിഡ് യു കോൾ മീ? അപ്പം നിങ്ങൾക്ക് തോന്നാം, ടീച്ചറെ അവിടെ എന്തിനാ ഡിഡ് യൂസ് ചെയ്തത്? കോളിന് പകരം കോൾഡ് എന്ന് അങ്ങ് യൂസ് ചെയ്താൽ പോരെ. അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ നമ്മൾ ഈ പഠിച്ചതൊക്കെ വെറുതെ ആയിപ്പോവും. അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ പറയുന്നത് പോലെ യൂസ് ചെയ്യുക. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വൈ ഡിഡ് എന്ന് തന്നെ ചോദിക്കണം. വൈ ഡിഡ്, വാട്ട് ഡിഡ്, അങ്ങനെ തന്നെ ചോദിക്കണം. സോ വൈ ഡിഡ് യു കോൾ മീ? നേരത്തെ കഴിഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞിട്ട് കോൾഡ് യൂസ് ചെയ്യരുത്. ഓൾറെഡി ഇവിടെ ഡിഡ് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സോ വൈ ഡിഡ് യു കോൾ മീ? നീ എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പറയാം? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. വൈ ഡിഡ് യു കോൾ മീ? വൈ ഡിഡ് യു കോൾ മീ? എന്താ കാര്യം എന്നെങ്ങനെ ചോദിക്കും? സിമ്പിൾ സെൻറ്റൻസ് ആണ് അല്ലേ? എന്താ കാര്യം? എന്ത്, അതെങ്ങനെ നമ്മൾ ചോദിക്കുക ഇംഗ്ലീഷിൽ? വാട്ട്. എന്താണ് കാര്യം എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദ മാറ്റർ? വാട്ട് ഈസ് ദ മാറ്റർ? ഇപ്പം എന്താ കാര്യം എന്നുള്ളതിന് നമ്മൾ സിമ്പിളാണ് സെൻറ്റൻസ്, വാട്ട് ഈസ് ദ മാറ്റർ. ഇനി തൊട്ട് ഇതൊക്കെ നമുക്ക് ആക്ച്വലി നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ, ഇപ്പം നിങ്ങൾ പുറത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സെൻറ്റൻസസ് ആണ്. എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം വാട്ട് ഈസ് ദ മാറ്റർ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. സോ വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് കാര്യം? ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, ഇന്ന് നല്ല ചൂടാണ്. കേരളത്തിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സെൻറ്റൻസ് ആണ്. ഇന്ന് നല്ല ചൂടാണ്. ഇതെങ്ങനെ പറയും? ഇന്ന് നല്ല ചൂടാണ്. അപ്പോൾ ചൂട്, അപ്പോൾ ഹോട്ട് വെച്ച് സെൻറ്റൻസ് തുടങ്ങണോ? ഒന്നുമല്ല. ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേണം സെൻറ്റൻസ് തുടങ്ങാൻ. ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ്സ്. ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. ഇന്ന് നല്ല ചൂടാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. ഓക്കെ. ഇനി നിനക്ക് ശനിയാഴ്ച വൈകിട്ട് വരാൻ പറ്റുമോ? ഓക്കെ, ഇത് നിങ്ങളോടാണ് ചോദ്യം. നിനക്ക് ശനിയാഴ്ച വൈകിട്ട് വരാൻ പറ്റുമോ? ഇതെങ്ങനെ പറയാം നമ്മൾ ഇംഗ്ലീഷിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് വെച്ചാൽ സെൻറ്റൻസ് തുടങ്ങുന്നത്? ആ ക്വസ്റ്റ്യൻ ഏത് വാക്ക് വെച്ചാൽ തുടങ്ങുന്നത്? എന്താ നമ്മൾ പഠിച്ചത്? അതുപോലത്തെ 3-4 സെൻറ്റൻസ് ഇപ്പോൾ പഠിച്ചു. എന്താ പഠിച്ചതെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. നിനക്ക് ശനിയാഴ്ച വൈകിട്ട് വരാൻ പറ്റുമോ? ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെ ചോദിക്കുക. ക്യാൻ വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? ക്യാൻ, നിനക്ക് പറ്റുമോ? ക്യാൻ യു. വരാൻ പറ്റുമോ എന്നാകുമ്പോൾ ക്യാൻ യു കം. എന്ന് വരാൻ പറ്റുമോ എന്നാ? ശനിയാഴ്ച വൈകുന്നേരം. അപ്പോൾ ക്യാൻ യു കം സാറ്റർഡേ ഈവനിങ്. ഈ സെൻറ്റൻസ് ശരിയാണോ? ക്യാൻ യു കം സാറ്റർഡേ ഈവനിങ്. എല്ലാം ഉണ്ട്. ക്യാൻ ഉണ്ട്, വരാൻ പറ്റുമോ, യു ഉണ്ട്, സാറ്റർഡേ ഉണ്ട്, ഈവനിങ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അല്ല, തെറ്റാണ്. ക്യാൻ യു കം ഇത് കണക്ട് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യണം. സോ ക്യാൻ യു കം ഓൺ സാറ്റർഡേ ഈവനിങ്. ക്യാൻ യു കം സാറ്റർഡേ ഈവനിങ് തെറ്റാണ്. ക്യാൻ യു കം ഓൺ സാറ്റർഡേ ഈവനിങ് എന്ന് വേണം പറയാൻ. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ക്യാൻ യു കം ഓൺ സാറ്റർഡേ ഈവനിങ്. ഓക്കെ. ഒരു കാര്യം ഇന്ന ദിവസം ചെയ്യാൻ പറ്റുമോ, ചെയ്തു എന്നൊക്കെ പറയാനായിട്ട് ഓൺ യൂസ് ചെയ്യണം നിർബന്ധമാണ്. ഓണിൻ്റെ, ഇന്നിൻ്റെ, അറ്റിൻ്റെ ഒക്കെ ഒരു 100 വീഡിയോ എങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ദയവ് ചെയ്തത് കണ്ടു നോക്കുക. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബർ അല്ല ചാനലിൻ്റെ എങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അത് കാണാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ അത് കണ്ടു നോക്കുക. ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം ഓണിൻ്റെ ഒരു വീഡിയോ. ഓക്കെ, അതൊന്ന് കണ്ടു നോക്കുക. ഇനി ക്യാൻ യു കം ഓൺ സാറ്റർഡേ ഈവനിങ്. സാറ്റർഡേ ഈവനിങ്ങിൽ വരാൻ പറ്റുമോ? ക്യാൻ യു കം ഓൺ സാറ്റർഡേ ഈവനിങ്. എൻ്റെ കൂടെ പറയുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് കഴിക്കാൻ? ഇതും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് കഴിക്കാൻ? ഇതെങ്ങനെ നമ്മൾ പറയും? വാട്ട് ഈസ് ഫോർ ലഞ്ച് ടുഡേ. ഉച്ചയ്ക്ക് കഴിക്കാൻ നിങ്ങൾ ഒത്തിരി കോംപ്ലിക്കേറ്റ് ചെയ്യല്ലോ. ഉച്ച എന്ന് പറയുമ്പോഴത്തേക്ക് ആഫ്റ്റർനൂൺ, നൂൺ, കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ്, ലഞ്ച്, കൺഫ്യൂഷൻ ആക്കരുത്. ഉച്ചയ്ക്ക് എന്നുള്ളതിന്, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ ഒറ്റ വാക്കിൽ ലഞ്ച് എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ഫോർ ലഞ്ച് ടുഡേ, അത്രയേ ഉള്ളൂ.
ലഞ്ചിന് എന്താണുള്ളത്? വാട്ട് ഈസ് ഫുൾ ലഞ്ച് ടുഡേ? കുറച്ചുകൂടി ഷോർട്ട് ആക്കിയിട്ട് പറയുകയാണെങ്കിൽ വാട്ട്സ് ഫോർ ലഞ്ച് ടുഡേ? വാട്ട്സ് ഫോർ ലഞ്ച് ടുഡേ? ഓക്കെ. ഇനി ഞാനിന്ന് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിത് എങ്ങനെ പറയും? ഞാനിന്ന് പുറത്തുനിന്നാണ് കഴിക്കുന്നതെന്ന് എങ്ങനെ പറയാം? അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഐ എം ഈറ്റിംഗ് ഔട്ട് അറ്റ് ലഞ്ച്. ഈ അറ്റ് ലഞ്ച് എന്ന് വെച്ചാൽ എന്താ? ഐ എം ഈറ്റിംഗ് ഔട്ട് അറ്റ് ലഞ്ച്. അറ്റ് ലഞ്ച് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അറ്റ് ലഞ്ച് എന്ന് പറഞ്ഞാൽ ലഞ്ചിൻ്റെ ടൈമിൽ എന്നാണ് അർത്ഥം. ലഞ്ചിൻ്റെ ടൈമിൽ ഞാൻ പുറത്തുനിന്നാണ് കഴിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അറ്റ് ലഞ്ച് എന്ന് പറയുന്നത്. സോ ഐ എം ഈറ്റിംഗ് ഔട്ട്. നമ്മൾ പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഐ എം ഈറ്റിംഗ് ഔട്ട് എന്നാണ് പറയുക. ഐ ഏറ്റ് ഔട്ട് യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. സോ ഈറ്റ് ഔട്ട് എന്നാണ്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഈറ്റ് ഔട്ട് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. സോ ഐ എം ഈറ്റിംഗ് ഔട്ട് അറ്റ് ലഞ്ച് ടുഡേ. ഓക്കെ. ഇനി അടുത്തത്, നീ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? ഇനി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? എന്തിനെ പറ്റിയിട്ടാണ്? എന്തെന്ന് വന്നതുകൊണ്ടാണ് അവിടെ വാട്ട് വന്നത്. എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വന്നതുകൊണ്ടാണ് ടോക്കും വന്നത്. സോ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. എന്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? ഇനി അടുത്ത സെൻറ്റൻസ്, നീ അത് എവിടുന്നാണ് കേട്ടത്? നീ അത് എവിടുന്നാണ് കേട്ടത്? എവിടുന്ന്? നമ്മൾ എന്ത് പഠിച്ചു, എന്തിന് പഠിച്ചു? പക്ഷെ എവിടുന്ന് എങ്ങനെ പറയാം? എവിടുന്ന് എന്നുള്ളതിന് നമ്മൾ വേർ എന്നാണ് പറയാം. ഓക്കെ, വേർ. അപ്പം നീ എവിടുന്നാണ് അത് കേട്ടത്? കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലേ? കേട്ട് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ വേറിൻ്റെ കൂടെ ഒരു വാക്ക് വരണം. എന്താ വരണ്ടേ? ഡിഡ് വരണം. സോ വേർ ഡിഡ് യു ഹിയർ ദിസ്? നീ എവിടെ നിന്നാണ് ഇത് കേട്ടത്? വേർ ഡിഡ് യു ഹിയർ ദിസ്? നീ എവിടെ നിന്നാണ് ഇത് കേട്ടത്? വേർ ഡിഡ് യു ഹിയർ ദിസ്? ഇനി അവനാണ് ഇതെന്നോട് പറഞ്ഞത്. അവനാണ് ഇതെന്നോട് പറഞ്ഞത്. ഇത് സിമ്പിളായിട്ട് ഹീ ടോൾഡ് മീ ദിസ് എന്ന് പറയാം. അത് ഓക്കെയാണ് കേട്ടോ. ഹീ ടോൾഡ് മീ ദിസ് ഇതെന്ന് വെച്ചാൽ അവൻ എന്നോട് ഇത് പറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ അവനാണ് പറഞ്ഞത് എന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഹീ ഈസ് ദ വൺ ഹൂ ടോൾഡ് മീ ദിസ് എന്ന് എടുത്ത് പറയണമെങ്കിൽ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഹീ ടോൾഡ് മീ ദിസ് കറക്റ്റാണ്. ഹീ ടോൾഡ് മീ ദിസ്. അവനാണിത് എന്നോട് പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്തത്, അവൾ എത്താറായോ? അവൾ എത്താറായോ? ഈ അവൾ എത്താറായോ എന്നുള്ളത്, അവൾ എത്താറായോ, ഇസ് ഷീ എബൌട്ട് ടു അറൈവ്, അല്ലെങ്കിൽ ഇസ് ഷീ ഓൾമോസ്റ്റ് ഹിയർ, ഇസ് ഷീ എബൌട്ട് ടു അറൈവ്. എബൌട്ട് ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാറാകുമ്പോഴാണ് ഈ എബൌട്ട് ടു യൂസ് ചെയ്യുന്നത്. ഐ എം എബൌട്ട് ടു റീച്ച്, ഐ എം എബൌട്ട് ടു ഈറ്റ് എന്ന് വെച്ചാൽ ഞാൻ കഴിക്കാറായി, ഞാൻ എത്താറായി. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാറായി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ എബൌട്ട് ടു എന്നുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇസ് ഷീ എബൌട്ട് ടു റീച്ച് എന്ന് പറഞ്ഞാൽ അവൾ എത്താറായോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇസ് ഷീ ഓൾമോസ്റ്റ് ഹിയർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാനുള്ള കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ, അവൾ എത്താറായോ എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് ഈ എബൌട്ട് ടു റീച്ച് എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെയൊന്നുമില്ല. അവളാണെങ്കിലും അവനാണെങ്കിലും 100 പേരാണെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ സെൻറ്റൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഇസ് ഷീ എബൌട്ട് ടു എന്നുള്ളത് ആരെപ്പറ്റി പറയുമ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇസ് ഷീ എബൌട്ട് ടു റീച്ച് എന്ന് വെച്ചാൽ എന്താ? അവൾ എത്താറായോ? ഇസ് ഷീ എബൌട്ട് ടു റീച്ച്. ഇനി അവൾ 10 മിനിറ്റിനുള്ളിൽ എത്തും. അത് നമ്മളെങ്ങനെ പറയും? അവൾ 10 മിനിറ്റിനുള്ളിൽ എത്തും. ഷീ വിൽ ബി, എത്തിയിട്ടില്ല, എത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വില്ല് യൂസ് ചെയ്തിരിക്കുന്നത്. ഷീ വിൽ ബി ഹിയർ. അവൾ ഇവിടെ എത്തും, അവളിവിടെ ഉണ്ടാകും. എപ്പോൾ? 10 മിനിറ്റിനുള്ളിൽ. 10 മിനിറ്റിനുള്ളിൽ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? 10 മിനിറ്റിനുള്ളിൽ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇൻ 10 മിനിറ്റ്സ് എന്ന് പറയും. 1 മണിക്കൂറിനുള്ളിലാണെങ്കിലോ ഇൻ 1 hour എന്ന് പറയും. 2 ദിവസത്തിനുള്ളിലാണെങ്കിലോ ഇൻ 2 days എന്ന് പറയും. ഓക്കെ. സോ അവൾ 10 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് എങ്ങനെ പറയും? ഷീ വിൽ റീച്ച്, അല്ലെങ്കിൽ ഷീ വിൽ ബി ഹിയർ ഇൻ 10 minutes. ഷീ വിൽ റീച്ച് ഇൻ 10 minutes. ഷീ വിൽ റീച്ച് ഇൻ 10 minutes. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 25 സെൻറ്റൻസസ്, അപ്പോൾ അതിൽ കൂടുതൽ ആയിട്ടുണ്ടാവും. സോ ഈ സെൻറ്റൻസസ് നിങ്ങളിപ്പോൾ ഒരു തവണ കണ്ടു. നിങ്ങൾ എൻ്റെ കൂടെ സെൻറ്റൻസസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്നുകൂടെ ഒന്ന് പോയി റിപ്പീറ്റായിട്ട് കാണുക. പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റായിട്ട് കണ്ടതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇത് എന്നെ ബെനിഫിറ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് എൻ്റെ കൂടെ തന്നെ സെൻറ്റൻസസ് പറയുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതും ഒരു പ്രാക്ടീസാണ്.
നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാണ്. ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്രെയിനിനെ ട്രിക്ക് ചെയ്യുക. ഇത് നമുക്ക് അറിയുന്നൊരു ഭാഷയാണ്, ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പേടി ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു പറ്റിക്കലാണ് ബ്രെയിനിനെ. അപ്പോൾ അങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ കണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങളിത് പറഞ്ഞു നോക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഒരു പ്രാക്ടീസും ആകും. പിന്നെ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സെൻറ്റൻസസ് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിൽ കയറും. പിന്നെ എഴുതി പഠിക്കുന്നവരാണ്, അതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ എഴുതി പഠിച്ചാലും മതി. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് പഠിച്ചാൽ മതി. പക്ഷേ ഇത് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമൻറ്റ് ചെയ്യുക. കോമൻറ്റ് ചെയ്യാതെ എനിക്കറിയില്ല. നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് കോമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഉള്ളത്. അപ്പോൾ നിങ്ങളത് അറിയിച്ചാൽ മാത്രമേ എനിക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സെൻറ്റൻസസ്, ഡൗട്ട്സ്, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് സംശയങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യേണ്ട, പബ്ലിക്കായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് ആരും അറിയണ്ട. അങ്ങനെ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അറിയുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിലൊരു എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഇംഗ്ലീഷ് മിത്ര ഒഫീഷ്യൽ എന്നുള്ള പേജിൽ ഉറപ്പായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള ഇതുപോലത്തെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനും പറ്റുള്ളൂ. ഇതിൽ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും, ഗ്യാരൻറ്റീഡ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം അവരുമായിട്ട് മാത്രം ഷെയർ ചെയ്യാം. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.